ഇതങ്ങനെ മഴയൊക്കെ മാറി ഇത്തിരി വെള്ളമൊക്കെ അങ്ങനെ തോർന്നു പോയി ഇത്തിരി ഇതായിട്ടുണ്ട്. ഇത്തിരി ഇങ്ങനെ വെള്ളമൊക്കെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി കഴിഞ്ഞു. പിന്നെ ഇതാ അപ്പോഴേക്കും ചപ്പ് ചവറൊക്കെ ഉണ്ടല്ലോ നിറഞ്ഞു കിടക്കണുണ്ട് കേട്ടോ. തുണിയൊക്കെ കാറ്റിലെങ്കിലും ഉണങ്ങി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുവാണ്. നായ്ക്കുട്ടികൾ ചോറ് കഴിക്കാൻ വഴിയുണ്ടോ നോക്കാണ്. രണ്ട് ചൂല് കൊണ്ട് കൂട്ടി വിട്ടപ്പോഴത്തേക്കും ഇത്തിരി ക്ലീനായി കിടക്കണുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ചൂലിൻ്റെ ചൂടൊക്കെ തട്ടുമ്പോൾ പെട്ടെന്ന് പുല്ല് മുളച്ച് വരില്ല. അതാണൊരു ഏറ്റവും വലിയൊരു നല്ല കാര്യം കേട്ടോ. ഈ സൈഡിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ പാമ്പൊക്കെ വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി ഇതിനൊക്കെ പറിച്ചിങ്ങനെ കളഞ്ഞു പറഞ്ഞു വെച്ചാൽ കൈയോടെ തന്നെ വൃത്തിയാവും ഈ സൈഡൊക്കെ. രണ്ടോ കൈയോടെ തന്നെ ആ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അത് അടിച്ചു വെക്കാന്ന് വെച്ചാൽ ക്ലീനായിട്ട് ഭംഗി ക്ലീനായിട്ടോ. ഇതായിട്ട് അങ്ങനെ നമ്മൾ മീൻ വറവൽ റെഡി ആയിട്ടുണ്ട്. ഒരു ബക്കറ്റ് തുണി മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അലക്കിയിടണം. ഇതാ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴേക്കും ഉള്ളിലൊക്കെ അങ്ങനെ ചളിയും വെള്ളമായിട്ട് കണ്ടു അങ്ങനെ വൃത്തികേടായി കിടക്കും. രാത്രിയാവുമ്പോൾ കണ്ടോ നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ മൃഗങ്ങളൊക്കെ പുറത്തിറങ്ങും കേട്ടോ. ആന, കടുവ, പുലി, കരടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രാത്രിയൊന്നും അങ്ങനെ പുറത്തൊന്നും വരാൻ പറ്റില്ല കേട്ടോ. ഉള്ളിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. ഇതുണ്ടോ നമ്മളൊന്ന് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ, നായ നമ്മുടെ പിന്നാലെ ഉണ്ടാവും. ഇതാണ് നന്ദിയുള്ള കാവൽക്കാരെന്ന് പറയണം കേട്ടോ. അവരിപ്പോഴും നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മളെ കൂടെ തന്നെ ഇവരുണ്ടാവും. കുറച്ച് ചോറ് മാത്രം ഇവർക്ക് കൊടുത്താൽ മതി. എന്തോ ഒരു സ്നേഹമല്ലേ ഇവർക്ക്, നായകൾക്ക്. വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാട്ടോ. പാലുകുടി പോലും മാറിയിട്ടുണ്ടാവില്ല, വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാവും. നായ്ക്കുട്ടികളും നായക്ക് ശല്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വഴിയിൽ നിന്ന് എടുത്ത് അവർക്ക് കുറച്ച് പാലൊക്കെ കൊടുത്ത് ചോറൊക്കെ കൊടുത്ത് അങ്ങനെ വളർത്തി വലുതാക്കിയതാണ്. പക്ഷെ എന്നും ആ ഒരു സ്നേഹം നന്ദി അവരുടെ ഉള്ളിലുണ്ട് കേട്ടോ. കണ്ടോ എവിടെയും വെളിച്ചമൊന്നുമില്ല, വീടുകളും ഇല്ല, ചുറ്റിലും കാടാണ് കേട്ടോ. ബാ ബാടി ഉള്ളിൽ പോ, ബാ പുലി വരും, ബാ ഉള്ളിൽ കയറി ബാ. രാവിലെ എണീറ്റിട്ട് ടിഫന് കുറച്ച് പച്ചരിയാണ് ഉള്ളത്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും ഞാൻ വെള്ളത്തിലിട്ടിട്ട്. പച്ചരി നന്നായി വൃത്തിയായിട്ട്, നമ്മൾ റേഷൻ കടയിലത്തെ പച്ചരി നന്നായി വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിലിട്ടതാണ്. ലേശം ചെറിയ ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, ഇതാ പാകത്തിന് ഉപ്പ്, ഒരു കോഴിമുട്ട, ഇതാ ഒരു പാത്രം ഒഴിച്ചു, നന്നായിട്ട് അരച്ചെടുത്തു. ഇതാ തേങ്ങ ചിരവിയിട്ടുണ്ട് പാലെടുക്കാൻ. ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ലേശം ഉപ്പിടാം അതിൽ. ഇതാ ഒരു ദോശത്താവ് വെച്ചു, അതിലോട്ട് ഒരു കയ്യിലിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. നന്നായി തിന്നായിട്ട് മതിയാവും. ഇതാ തിരിച്ചിട്ട് കൊടുത്തു, അങ്ങനെ എടുക്കാട്ടോ. കൈ കഴുകുണ്ടി. ഇതാ അങ്ങനെ എല്ലാം ചുട്ടെടുത്തു. ഇതാ തേങ്ങാപ്പാൽ, കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. പിന്നെ എന്തെങ്കിലും മസാലക്കറി ആണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അംഗൻവാടിക്ക് പോവുകയാണ്. ബാഗ് ഇതാ അമ്മ പിടിക്കും കേട്ടോ. തോടൊക്കെ കടന്നിട്ട് വേണം അംഗൻവാടിക്ക് പോവാൻ. കാലിൽ വെള്ളമാവോ നീ? കാലിൽ വെള്ളമാവോ? ഈ തോട്ടിലേക്ക് കണ്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വന്നിട്ട് വെറും കല്ല് മാത്രം ഉണ്ട് കേട്ടോ. നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചെരുപ്പുണ്ടെങ്കിൽ പോലും കാലിൽ കുത്തും. ഇഞ്ചാന്ന് പറയുന്ന ഒരു സാധനമാണ് കേട്ടോ, നല്ല ഒന്നാം തരം. ഇതാണ് ഇഞ്ചാന്ന് പറയുന്ന സാധനം. ഈ ഇഞ്ച ഇട്ട് ചതയ്ക്കണ പോലെ ഇട്ട് ചതയ്ക്കണം കേട്ടോ എന്നൊക്കെ പണ്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ട് ഒത്തിരി. ഇതാട്ടോ നാഗവള്ളി എന്ന് പറയുന്ന സാധനമാണ്. ഇതാ ഇതിൽ തൊട്ട് പറഞ്ഞു വെച്ചാൽ 1 മണിക്കൂറിനുള്ളിൽ നാഗം വീട്ടിലെത്തിയിരിക്കും കേട്ടോ. കണ്ടോ വലിയ വള്ളിയാണ്.
കാടിൻ്റെ ഉള്ളിൽ കൂടെ വേണം പോകാനായിട്ട് അംഗൻവാടിക്ക്. ഇവിടെയൊക്കെ കൂടുതലും ആദിവാസികളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക, പിന്നെ ക്രിസ്ത്യാനികൾ കേട്ടോ. നടന്ന് ഇവിടെ എത്തി. ഇതാ റോഡൊക്കെ ഇതാ ഇപ്പോഴൊക്കെയാണ് കേട്ടോ കുറച്ച് നല്ല റോഡിലെത്തിയത്. വേണ്ടോ പാൽ സൊസൈറ്റി കേട്ടോ. ഇതാ അംഗൻവാടി എത്താറായി. ഇവിടേക്ക് അങ്ങനെ കൊടും കാടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊന്നും പോകാൻ തന്നെ പറ്റില്ല. എന്നിട്ട് നല്ല ഉയരം കൂടിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്, ഈ കാട്ടിനകത്ത്. കേട്ടോ അങ്ങനെ കുറേ മരങ്ങളുണ്ട് കേട്ടോ, നല്ല ഹൈറ്റിൽ പോയ മരങ്ങൾ. ശരിക്കും ക്യാമറ എടുക്കാൻ പറ്റണില്ല. ഇതാ മല കണ്ടോ. ഇതാണ് കേട്ടോ കല്ലടിക്കോട് കരിമല നീലി എന്ന് പറയുന്ന അമ്മയുടെ ആ മല ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടാണ് കേട്ടോ. നാഗവള്ളി നാഗമരം കേട്ടോ. അങ്ങനെ തൊടാനോ അതിൻ്റെ അടുത്തൊന്നും പോകാനൊന്നും പാടില്ല കേട്ടോ. അതിനൊരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ മല. ഇവിടെയൊക്കെ മരങ്ങൾ മറിഞ്ഞിട്ട് ശരിക്കും കാണുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ ആനകൾ രാവിലെയും ഉച്ചക്കിലും വൈകുന്നേരമൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് ആരെ ഉപദ്രവിക്കണം ആരെ ഉപദ്രവിക്കേണ്ടെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ ആനകൾ. നമ്മൾ വരേണ്ടത് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് അവർ മാറി അപ്രത്യക്ഷമായിരിക്കും. ചില സമയത്തൊക്കെ അവർ ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യും കേട്ടോ. കണ്ടോ അതൊക്കെ ആ നീലി മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പോകട്ടോ. എന്താ അടച്ചിടാനൊന്നും